Hello there guys, എല്ലാവർക്കും വണ്ടി മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ചാനലിൽ റീസെന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ഒരു ബൈക്കിന്റെ റിവ്യൂ ആയിട്ടാണ്. ഞാൻ അതിൽ സസ്പെൻസ് ഒന്നും ഇടുന്നില്ല, നിങ്ങൾ തമ്മിൽ കണ്ടു കാണുക ഏതാ വണ്ടിയെന്ന്. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യുന്നത് ഏറ്റവും പുതിയ Bs6 മോഡലായിട്ടുള്ള KTM Duke 390 ആണ്. സോ എൻ്റെ ബാക്കിലിരിക്കുന്നതാണ് ഈ ബൈക്ക്. അതിനുമ്പോൾ നിങ്ങൾ ഈ വ്യൂ ഒന്ന് നൈസായിട്ട് കണ്ടോ. അടാർ വൈബാണ് ഈ ബൈക്കും ഈ ഒരു സ്ഥലവും കൂടെ വെച്ചിട്ട് കിടിലം വൈബാണ് നമുക്ക് കിട്ടുന്നത്. ഇനി എന്തായാലും കൂടുതൽ ബൈക്കിൻ്റെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഇതിൻ്റെ ഫിസിക്കൽ ഓവർവ്യൂ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഈ ക്യാമറ സെറ്റ് ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ Bs6 മോഡൽ KTM Duke 390. ആ വൈറ്റ് കളർ എഡിഷനാണ് നമ്മുടെ ഇതിനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം BS4 തൊട്ടേ നമ്മുടെ 390ക്ക് വരുന്നത് ആ ഒരു 6 പാക്ക് ഓൾ LED ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് വിത്ത് LED DRLs. ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിക്കാം. സോ ഇങ്ങനെയാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു ലുക്ക് വരുന്നത്. അന്യ ലുക്കാണ്, ഭയങ്കര ഷാർപ്പാണ്, അതുപോലെ തന്നെ ഭയങ്കര ഒരു മസ്കുലാർ ലുക്കാണ്. നമ്മുടെ ആ ഒരു സൂപ്പർ ഡ്യൂക്കിൻ്റെ ഒക്കെ ആ ഒരു ഡിസൈനായിട്ട് നല്ല സാമ്യതയായിട്ടുള്ള ഒരു ഡിസൈനാണ് KTM കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റുന്നത് LED ബ്ലിങ്കേഴ്സ് ആണ്. ഫുൾ LED സെറ്റപ്പാണ് വണ്ടിയിൽ വരുന്നത്. ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സ്, ഹെഡ് ലാമ്പ് എല്ലാം തന്നെ LEDs ആണ്. പണ്ട് തൊട്ടും KTM അങ്ങനെയാണ്, എല്ലാം ടോപ്പ് നോച്ച് ആണ് ടെക്നോളജിയുടെ കാര്യത്തിൽ. പിന്നീട് ഫ്രണ്ടിൽ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധപ്പെടുന്നതാണ് ഈ ഒരു 43mm USD ഫോക്സ് WP-യുടെ. ലോങ് ട്രാവലും കാര്യങ്ങളൊന്നുമല്ല, എന്നാൽ കൂടിയും ഈ ഒരു ബൈക്കിൻ്റെ ക്യാരക്ടറായിട്ട് നല്ല രീതിയിൽ ചേർന്ന് പോകുന്നുണ്ട്. പിന്നീട് നമുക്ക് ഫ്രണ്ടിൽ കാണുന്നത് 110 സെക്ഷൻ ടയറാണ്, 17 ഇഞ്ച് അലോയ്സിൽ കിടക്കുന്നത്. ഇപ്പോൾ ഇത് സ്റ്റോക്ക് ടയറിലല്ല കിടക്കുന്നത്, ഫ്രണ്ട് വന്നിരിക്കുന്നത് മെറ്റ്സലറിൻ്റെ റബ്ബറാണ്. സോ അത് വളരെ നല്ലൊരു ഗ്രിപ്പ് തരുന്നുണ്ട് ബ്രേക്കിംഗ് ടൈമിൽ. അപ്പം ബ്രേക്കിംഗ് ഫീൽ പറയുമ്പോൾ ഞാനത് കൂടുതലും എടുത്തു പറയാനായിരിക്കും. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് 320mm ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് എന്ന് പറയുന്നത്. പിന്നെ റേഡിയലി മൗണ്ടഡ് ആയിട്ടുള്ള ബൈബറിയുടെ കാലിപ്പറും കാണാം. സ്റ്റീൽ ബ്രഡ് ആയിട്ടുള്ള ബ്രേക്ക് ലൈൻസ് ആണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു Bs6 വന്നിരിക്കുന്ന ഒരു മാറ്റമാണ്, നമുക്ക് അഡ്ജസ്റ്റബിൾ ലെവേഴ്സ് വരുന്നുണ്ട്. 4 ലെവൽ ഓഫ് അഡ്ജസ്റ്റബിൾ ആണ് നമ്മുടെ ബ്രേക്ക് ആൻഡ് ക്ലച്ച് ലെവേഴ്സ് എന്ന് പറയുന്നത്. അതും Bs6 KTM കൊണ്ടുവന്നിരിക്കുന്ന ഒരു മാറ്റമാണ്. പിന്നീടുള്ളതാണ് ഇതിൻ്റെ TFT ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആണ് ഇതിൻ്റെ ഈ ഒരു TFT ഡിസ്പ്ലേ. ഈ ഒരു സെഗ്മെൻ്റ് എന്നല്ല, അടുത്ത സെഗ്മെൻറ്റിലോ അതിൻ്റെ മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ ചുരുക്കം ബൈക്കുകൾക്ക് മാത്രമേ നമുക്ക് ഒരു TFT ഡിസ്പ്ലേ ഒക്കെ കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പം ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഫീച്ചർ കൊണ്ടുവന്നത് KTM തന്നെയാണ്. അപ്പോൾ ആ ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള, കാണാൻ നല്ല സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ വണ്ടിയിൽ വന്നിരിക്കുന്നത്. അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ പറയാം. ഈ ഒരു സ്ക്രീനിൽ കൂടെയും ടോഗിൾ ചെയ്ത് പോകാനായിട്ടുള്ള ബട്ടൺസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ജോയ്സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്, ഹോൺ വരുന്നുണ്ട്, അതുപോലെ തന്നെ എഞ്ചിൻ കിൽ സ്വിച്ച്, താഴെ പവർ സ്റ്റാർട്ട്. അപ്പോൾ പവർ സ്റ്റാർട്ടിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. ക്വിക്ക് സ്റ്റാർട്ടാണ്, നമ്മൾ ക്രാങ്ക് ചെയ്ത് പിടിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് വൺ ടച്ച് സ്റ്റാർട്ടറാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതും ഈ ഒരു വണ്ടിയുടെ വേറൊരു പ്രത്യേകതയാണ്. പിന്നീട് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പാഡഡ് ആയിട്ടുള്ള സീറ്റ്സ് ആണ്. നമുക്ക് ടൂറിംഗ് ഒക്കെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു ബൈക്കിൽ ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രീവിയസ് ജനറേഷൻ ഡ്യൂക്കുകളെ വെച്ച് നോക്കുമ്പോൾ. അപ്പം കംഫർട്ടിൻ്റെ കാര്യത്തിൽ വണ്ടി നല്ല രീതിയിൽ അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. പിന്നീട് സെൻറ്റർ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു എഞ്ചിനാണ്. എഞ്ചിൻ്റെ സ്പെക്കും കാര്യങ്ങളും ഫീലും ഒക്കെ ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ പറഞ്ഞു തരാം. റെയർ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗ്രാബ് റെയിൽ കാണാൻ സാധിക്കുന്നതാണ്. നേരത്തേക്കാളും ഇങ്ങനെ മേളിലേക്ക് വന്നിട്ട് ഈ ഒരു ടെയിൽ സെക്ഷനെ കവർ ചെയ്ത് പിടിക്കുന്ന പോലെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നീട് ആ ഒരു LED സ്പ്ലിറ്റ് ടെയിൽ ലാമ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ടെയിൽ ചൈഡി ഉണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ടയർ ഹഗ്ഗറും വരുന്നുണ്ട്. 150 സെക്ഷൻ ടയറാണ് നമുക്ക് ബാക്കിൽ വരുന്നത്. അതുപോലെ തന്നെ ബാക്ക് ഡിസ്കിൻ്റെ സൈസ് എന്ന് പറയുന്നത് 230 or 220mm ആണ്. പിന്നെ നമ്മുടെ ആ ഒരു അപ്സെപ്റ്റ് എക്സോസ്റ്റും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ബൈക്കിൻ്റെ ഓവറോൾ ഫിസിക്കൽ ഓവർവ്യൂ ആയിട്ട് വരുന്നത്. ഇനി കൂടുതലായിട്ട് നമുക്ക് ടെക്നിക്കലായിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഫീൽ എങ്ങനെ ഉണ്ടെന്നും അടുത്തറിയാം. ഇനി നമുക്ക് ഇതിൻ്റെ എഞ്ചിനെ ഒന്ന് അടുത്തറിയാം. സോ ഈ ഒരു ബൈക്കിൽ വന്നിരിക്കുന്നത് നമുക്കൊരു 373.2cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് 4 വാൽവ് DOHC എഞ്ചിനാണ്. ഇതിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് ഒരു 43.5 bhp ആണ്. അത് 9000 RPM വണ്ടി ഡെലിവറി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു 37 Nm ടോർക്ക്, ഇത് 7500 RPM ഡെലിവറി ചെയ്യുന്നുണ്ട്. ഈ ഒരു എഞ്ചിൻ്റെ നേച്ചർ നമ്മൾ ഇതിൻ്റെ പ്രീവിയസ് ജനറേഷൻ തൊട്ട് മുമ്പുള്ള BS4 ആയിട്ട് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും. കാരണം Bs6 ആയതോടുകൂടിയിട്ട് കുറേ കൂടെ ലിനിയർ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ പക്ക സ്മൂത്ത് ആയിട്ടുണ്ട്. അതായത് പഴയ ഫസ്റ്റ് ജനറേഷൻ 390 എഞ്ചിനോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വന്ന് BS4 ഓടിച്ചിട്ടുള്ളവർ ഇത് ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടി നല്ല രീതിയിൽ സെറ്റിലായിട്ടുള്ള ഒരു ഫീലാണ് കിട്ടാൻ പോകുന്നത്. പിന്നീട് ഇതിൽ മറ്റു വലിയൊരു ചേഞ്ച് വന്നിരിക്കുന്നത് ഹീറ്റ് മാനേജ്മെൻറ്റിലാണ്. അതായത് പണ്ടത്തെ KTM മോഡൽസ് ഹീറ്റ് ആവുന്നതിൻ്റെ അത്രയൊന്നും ഈ ഒരു ബൈക്കിനി നമുക്ക് ഹീറ്റായി കാണാൻ പറ്റത്തില്ല. കാരണം ഞങ്ങൾ ഇത്രയും ഓടിച്ചു, ചുരുക്കം സന്ദർഭങ്ങൾ മാത്രമാണ് എനിക്കിതിൽ 6th ഗിയർ ഇടാൻ പറ്റിയത്. ബാക്കി എല്ലാം 4th 5thലൊക്കെയാണ് നമ്മളിത് ഓടിക്കാൻ സാധിച്ചത് നമ്മുടെ ഒരു നോർമൽ റോഡ് കണ്ടീഷൻസിൽ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ഹൈവേസോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ കുറച്ച് ലോങ് സ്ട്രെച്ചൊക്കെ വന്നാൽ മാത്രമേ നമുക്കിതിൽ 6th അങ്ങനെ ഇടാനായിട്ട് സാധിക്കത്തുള്ളൂ. അല്ലാണ്ട് കൂടുതലും ഇതിനെ 4th 5thലാണ് ഞാൻ ഓടിച്ചത്. എന്നിട്ട് കൂടിയും ഇതിൻ്റെ ഹീറ്റ് മാനേജ്മെൻറ്റ് എന്നെ ഒത്തിരി ഇമ്പ്രസ് ചെയ്യിപ്പിച്ചു. കാരണം ഞാൻ വിചാരിച്ചത് ഒരുപാട് ചൂടാകും വണ്ടി സീറ്റിലേക്കോ ടാങ്കിലേക്കോ ഒക്കെ ചൂട് കയറും എന്നാണ്. പക്ഷേ വണ്ടി അത് വെൽ മാനേജ്ഡ് ആയിരുന്നു ഹീറ്റിങ്. അതിന് മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് ഞാൻ കാണിക്കാം.
ഇതിൻ്റെ ഈ ഒരു എക്സോസ്റ്റ് പൈപ്പ് പോയിരിക്കുന്നതാണ്. അപ്പം ഇതിന് മുമ്പുണ്ടായിരുന്ന RC സീരീസ് അല്ലെങ്കിൽ ഡ്യൂക്ക് സീരീസിലെ 390 സീരീസ് എഞ്ചിൻ കണ്ടിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും. ഇതിൻ്റെ ആ പൈപ്പ് പോരുന്നത് നമ്മുടെ എഞ്ചിൻ്റെ സൈഡിൽ കൂടെ വന്ന് ബാക്കിലേക്കായിരുന്നു, ഇങ്ങനെയായിരുന്നു പോരുന്നത്. പക്ഷേ BS6 ആയതോട് കൂടിയിട്ട് ഇതൊരു കാറ്റാലിറ്റിക് കൺവേർട്ടർ കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സൈഡിൽ കൂടെ വന്ന് താഴെ കൂടെ എക്സോസ്റ്റിലേക്ക് പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ റീഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു എക്സോസ്റ്റ് പൈപ്പിൽ നിന്ന് നമ്മുടെ കാലിലേക്ക് അടിക്കുന്ന ഹീറ്റിൽ വലിയ രീതിയിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് തോന്നി ഹീറ്റ് മാനേജ്മെൻറ്റ് കാര്യത്തിൽ. പക്ഷേ ഇതിനുകൊണ്ടുള്ള ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞെന്നുള്ളതാണ്. കാരണം ഇപ്പോൾ താഴെ കൂടെ പോകുന്നതുകൊണ്ട് കുറച്ചും കൂടെ ഒരു ഷോർട്ടർ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വണ്ടിക്ക് വരുന്നത്. എന്നാൽ കൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ചോടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ അടി തട്ടുന്ന ബുദ്ധിമുട്ടൊന്നും തന്നെ ഉണ്ടാവാൻ ചാൻസേ ഇല്ല. കാരണം ഞങ്ങൾ വരുന്ന വഴിക്കും ഒരുപാട് ബമ്പും ഗട്ടേഴ്സും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. നോർമൽ ഗട്ടറുകളിലൊന്നും നമ്മളൊരു നോർമൽ 70-80 സ്പീഡിലൊന്നും ചാടിയാൽ അങ്ങനെ അടി തട്ടുന്നൊരു ഇത് വരുന്നില്ല. എന്നാലും വലിയ സ്പീഡ് ബംസിലൊക്കെ തന്നെ നമ്മൾ കെയർലെസ് ആയിട്ട് പോയി ചാടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ആ ഒരു അടി തട്ടുന്ന വിഷയം വരുന്നത്. അപ്പം അത് മാത്രമേ ഇതിലൊരു ഡ്രോബാക്ക് ആയിട്ട് സംഭവിച്ചു എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബാക്കി എല്ലാം തന്നെ ആ ഒരു എഞ്ചിൻ്റെ ഭാഗത്തു നിന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്സ് ആണ്. കുറേ കൂടെ റൈഡ് ക്വാളിറ്റി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ആ ഒരു എഞ്ചിൻ്റെ ഭാഗത്തു നിന്നും. ഇനി ഒരു എഞ്ചിൻ്റെ പവർ ഡെലിവറി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ബിഗിനേഴ്സിന് എടുക്കാൻ പറ്റിയ ഒരു ബൈക്കായിട്ട് ഇപ്പോഴും ഇത് മാറിയിട്ടില്ല. കാരണം ആ ഒരു റോ പവറൊക്കെ ഇപ്പോഴും ഇതിലുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ലീനിയറായി, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു മയപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മളൊരു 5000-6000 RPM വരെ നോർമൽ രീതിയിൽ കൈ കൊടുത്തു കഴിഞ്ഞാൽ ഏതൊരു നോർമൽ ബൈക്കും പോകുന്ന പോലൊക്കെ തന്നെയാണ് ഇത് പെർഫോം ചെയ്യുന്നത്. പക്ഷേ കുറച്ചൊന്ന് അഗ്രസീവായിട്ടാണ് നമ്മൾ ത്രോട്ടിൽ ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ വണ്ടിയുടെ ആ ഒരു നേച്ചറെ മാറുകയാണ്. ഭയങ്കര ഒരു വൈൽഡ് പവർ ഡെലിവറിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. ബാക്കിൽ ഇരിക്കുന്ന ആളും അല്ലെങ്കിൽ റൈഡർ തന്നെ നന്നായിട്ട് ടാങ്കിൽ ഗ്രിപ്പ് ചെയ്തല്ല ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ ബാക്കിലേക്ക് തെറിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പവർ ഡെലിവറിയാണ് ഇതിൽ വരുന്നത്. സെക്കൻഡ് ഗിയറിലൊക്കെ ഇതിന് ഫ്രണ്ട് വീൽ പോപ്പ് ചെയ്യാൻ പറ്റും. സോ അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു നേക്കഡ് മോട്ടോർ സൈക്കിളാണ് നമ്മുടെ ഡ്യൂക്ക് 390 എന്ന് പറയുന്നത്. അപ്പം ഒരിക്കലും ബിഗിനേഴ്സ് ചാടിക്കയറി ഇത് എടുക്കാൻ പോകരുത്. കുറച്ചൊന്ന് ഓടിച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയതിനു ശേഷം മാത്രമേ ഈ ബൈക്കിലേക്ക് നോക്കുക. കുറച്ചൊന്ന് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എടുക്കാൻ സാധിക്കും. കാരണം ഇപ്പോൾ ഇതിൻ്റെ റൈഡ് ക്വാളിറ്റി ഒരുപാട് കൂടിയിരിക്കുകയാണ്. സസ്പെൻഷൻ വൈസ് ആയാലും സീറ്റ് വൈസ് ആയാലും അതുപോലെ തന്നെ എഞ്ചിൻ്റെ ഭാഗത്തുനിന്നായാലും നല്ല ക്വാളിറ്റി കൂടിയ ഒരു റൈഡ് പെർഫോമൻസ് ആണ് ഇതിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇനി ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് രണ്ടാമത് തോന്നിയാണ് ഇതിൻ്റെ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. അതായത് അന്യായ ബ്രേക്കിംഗ് പെർഫോമൻസ് ആണ് ഈ ഒരു സെഗ്മെന്റിൽ, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഈ ഒരു സിംഗിൾ സിലിണ്ടർ ബൈക്കുകൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. കാരണം അതുപോലെ ഷാർപ്പ് ആൻഡ് പവർഫുൾ ബ്രേക്സ് ആണ് ഈ ഒരു ബൈക്കിൽ വരുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതായത് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാളല്ല ഇത് ഓടിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആക്സിഡന്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിപ്പോൾ നിങ്ങൾ ഒത്തിരി സ്പീഡിലൊന്നും പോകണമെന്നില്ല. പെട്ടെന്ന് ഒരു സഡൻ ബ്രേക്കിംഗ് തന്നെ ചെയ്താൽ തന്നെ ഫ്രണ്ട് ബ്രേക്ക് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും പെട്ടെന്ന് വണ്ടിയെ നിർത്തുന്ന പോലെ വരും, അല്ലെങ്കിൽ ബാക്ക് വീല് പോപ്പാക്കാൻ സാധിക്കും. അപ്പോൾ അത്രയ്ക്ക് സ്റ്റോപ്പിംഗ് പവറും ബൈറ്റും തരുന്ന ഒരു ബ്രേക്കാണ് അതും. അപ്പോൾ വാങ്ങുന്നവരൊന്ന് ശ്രദ്ധ വെച്ചിരിക്കുക. ഭയങ്കര അഗ്രസീവ് ആൻഡ് ഷാർപ്പ് ബ്രേക്സ് ആണ് വണ്ടിയിൽ വരുന്നത്. ബാക്ക് ബ്രേക്ക് പിന്നെയും കുറേ കൂടെ ലീനിയർ ആണ്. നിങ്ങൾക്ക് നോർമലി അത് പിടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം കൺട്രോൾ കിട്ടും. വലിയ സ്റ്റോപ്പിംഗ് പവർ എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ വണ്ടിയെ കൺട്രോൾ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബ്രേക്കിംഗ് ആണ് ബാക്കിൽ വരുന്നത്. പക്ഷേ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ മാരക സ്റ്റോപ്പിംഗ് പവർ ആണ് വരുന്നത്. വളരെ അഗ്രസീവ് ആയിട്ടുള്ളൊരു ബ്രേക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. നമുക്ക് ഡുവൽ ചാനൽ ABS കൂടിയിട്ടാണ് ഈ ഒരു മോഡൽ വരുന്നത്. അതിൽ തന്നെ നമുക്ക് സ്വിച്ച് ചെയ്യാവുന്നതാണ്. അതായത് സൂപ്പർ മോട്ടോ ABS എന്ന് പറഞ്ഞൊരു മോഡൽ വരുന്നുണ്ട്. നമുക്ക് ബാക്ക് ABS ഓഫ് ആക്കി ഇടാവുന്നതാണ്. എന്നിട്ട് നമുക്ക് നൈസായിട്ട് സ്ലൈഡും കുറച്ച് സ്റ്റണ്ട് കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യാവുന്നതാണ്. സോ അതും ഒരു നല്ല ഫീച്ചറായിട്ടാണ് ഇതിൽ വരുന്നത്. പിന്നീട് ഗിയർ ബോക്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത് വിത്ത് സ്ലിപ്പർ ക്ലച്ച്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ആ ഒരു ക്ലച്ച് ഓപ്പറേഷൻ വളരെ ലൈറ്റ് ആണ്. അതുപോലെ ഡൗൺ ഷിഫ്റ്റ്സും വളരെ സ്മൂത്ത് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഒരു ജാപ്പനീസ് ബൈക്കിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയ്ക്ക് ഒരു വലിയ സ്മൂത്ത്നെസ് ഇതിൽ ഫീൽ ചെയ്യില്ല. ബട്ട് ഇത്രയും വലിയ ഒരു ബൈക്കിൻ്റെ ഭാഗത്തു നിന്നും അതിൻ്റെ ആ ഒരു ഷിഫ്റ്റുകളെയൊക്കെ തന്നെ കുറേ കൂടെ സ്മൂത്ത് ആക്കാൻ ആ ഒരു ക്ലച്ച് സഹായിക്കുന്നുണ്ട്. പിന്നീട് BS6 ഇവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മറ്റൊരു എന്താ പറയുക, അതാ ഞാൻ പറഞ്ഞത്, സെഗ്മെൻറ്റിൽ തന്നെ ടോപ്പിലേക്ക് പോകുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സാണ് KTM അവരുടെ ബൈക്കുകൾ ഓഫർ ചെയ്യുന്നത്. ക്വിക്ക് ഷിഫ്റ്റർ ഇതിൽ വരുന്നുണ്ട്. ബൈ ഡയറക്ഷനിലല്ല, നമുക്ക് ഒരു ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പ് ഷിഫ്റ്റ് മാത്രമേ ഉള്ളൂ. ക്ലച്ച്ലെസ് ഷിഫ്റ്റിംഗ് ഇതിൽ നടത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതും നമുക്ക് ഈ ഒരു എന്താ പറയുക സെഗ്മെൻറ്റിൽ നിന്നല്ല, ഇതിൻ്റെ മേളിലേക്ക് 2-3 സെഗ്മെൻറ്റ് നോക്കിയാൽ തന്നെ വളരെ റെയറായിട്ട് ഉള്ള ചില മോഡൽസിൽ ഇത് കൊടുക്കുന്നുള്ളൂ. അല്ലാണ്ട് എല്ലാ മോഡൽസിനും കൊടുക്കുന്ന ഒരു ഫീച്ചർ അല്ല ക്വിക്ക് ഷിഫ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതും KTM അവരുടെ ഈ ഒരു മോഡലിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ സസ്പെൻഷൻ്റെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഫ്രണ്ടിൽ നമുക്ക് USD ഫോക്സ് ആണ് വരുന്നത്. 43 mm WP-യുടെ ഷോക്കാണ് വരുന്നത്. ബാക്കിലും WP-യുടെ മോണോ ഷോക്കാണ് നമുക്ക് വരുന്നത്. അപ്പം പഴയ ജനറേഷനെ വെച്ച് നോക്കുമ്പോൾ കുറേ കൂടെ സ്മൂത്തർ ആയിട്ടുണ്ട്. അതായത് കുറച്ചും കൂടെ നല്ലൊരു പ്ലഷ് റൈഡിങ് കംഫോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ കൂടിയും പ്ലഷ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങ് ഒരു വലിയ സോഫ്റ്റ് എന്ന് ഞാൻ പറയുന്നില്ല. നേരത്തെ ഉള്ള ജനറേഷനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ ഇത് സ്റ്റിൽ അത്യാവശ്യം നല്ല ഹാർഡ് തന്നെയാണ്. നമുക്ക് കോർണറിങ് ചെയ്യുന്ന സമയത്തും സ്ട്രെയിറ്റ് ലൈൻ സ്റ്റെബിലിറ്റി ഒക്കെ അടിപൊളിയാണ് ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്തുനിന്ന്. സ്ട്രെയിറ്റ് ലൈൻ ഒക്കെ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ കൈ കൊടുത്താൽ ഒരിക്കലും വണ്ടി കടന്ന് വോബിൾ ചെയ്യുന്ന
പോലോ അല്ലെന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പോകുന്ന പോലെ ഉള്ള ഒരു ഫീൽ ഒന്നും കിട്ടുന്നില്ല. പക്ക റോക്ക് സോളിഡ് സ്റ്റേബിലിറ്റിയാണ് ഈ ഒരു സസ്പെൻഷൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മോഡലിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ടൂർ ചെയ്യാനായിട്ട് ഒരു അടിപൊളി മെഷീനാണിത്. അതായത് നിങ്ങൾക്ക് വേണ്ടപ്പോൾ പവറും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ടിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് അപ്രൈറ്റ് ആയിട്ടാണ് ഇതിൽ ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ ലോവർ ബോഡി മാത്രമേ ഉള്ളൂ അത്യാവശ്യം അഗ്രസീവ് ആയിട്ടിരിക്കുന്നത്. അത് പക്ഷേ നമ്മുടെ റൈഡിനെ ഒരുപാട് ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഇടയ്ക്ക് ഒരു ഷോർട്ട് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം തീരാവുന്നേ ഉള്ളൂ. നമ്മുടെ കാലിൻ്റെ ഒരു വിഷയം. മേളിലേക്ക് നമ്മുടെ നടുവും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സ്ട്രൈറ്റ് ആയിട്ട് തന്നെയാണ്. നിങ്ങളൊരു ആവറേജ് ഹൈറ്റ് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികം ഈ വണ്ടിയിൽ സ്ട്രെസ് ചെയ്യേണ്ട കാര്യമേ ഇല്ല. ഒരുപാട് ഹൈറ്റ് കുറഞ്ഞവർക്ക് മാത്രമേ ഉള്ളൂ കുറച്ച് ഹാൻഡിൽ ബാർ റീച്ച് ചെയ്യാനായിട്ട് ഒന്ന് കുനിയേണ്ട കാര്യം. അതും ഒരുപാടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, മാനേജബിൾ ആണ്. ഇനി ഇതിൻ്റെ ഫ്യൂൽ ടാങ്ക് റേഞ്ചും അതുപോലെ തന്നെ കപ്പാസിറ്റി ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊരു 13.4 ലിറ്റർ ഫ്യൂൽ ടാങ്ക് ആണ് വരുന്നത്. മെറ്റൽ ടാങ്ക് ആണ്. അത്യാവശ്യം നല്ല ആ ഷേപ്പ് കൊണ്ടൊക്കെ തന്നെ നമുക്ക് ഇരിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഹഗ് ചെയ്ത് പിടിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കീ അസംബ്ലി ഒക്കെ ടാങ്കിലാണ് വരുന്നത്. ഇനി ഇതിൻ്റെ മൈലേജ് നോക്കുകയാണെങ്കിൽ തന്നെ 28 ഒക്കെയാണ് കമ്പനി പറയുന്നത്. അപ്പം ആ ഒരു 25 തൊട്ട് 28 റേഞ്ചിലൊക്കെ നമ്മൾ സെൻസിബിളായിട്ട് ഓടിച്ച് ഇതിന് കിട്ടുന്നതാണ്. അപ്പം അത് അത്യാവശ്യം ഈ ഒരു പെർഫോമൻസ് വെച്ചിട്ട് അതൊരിക്കലും ഒരു മോശം മൈലേജ് എന്ന് ഞാൻ പറയത്തില്ല. കാരണം ഈ സിംഗിൾ സിലിണ്ടറിൽ എത്രത്തോളം പവർ ഊറ്റിയെടുക്കാം അത് മൊത്തം KTM ഈ ഒരു ബൈക്കിൽ നിന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൈലേജ് എന്നുള്ളൊരു കാര്യമേ നമുക്ക് അവിടെ ചിന്തിക്കാനേ കഴിയില്ല. ആ ഒരു പെർഫോമൻസ് എന്നുള്ളൊരു വാക്കിന് മാത്രമാണ് ഈ ഒരു ബൈക്കിൽ പ്രസക്തിയുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു മൈലേജ് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കുന്ന ഒരു മൈലേജ് അല്ല. പിന്നെ ഞാൻ ടാങ്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ നല്ലപോലെ ഹഗ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമ്മുടെ തൈസ് കൊണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ഫുഡ് പാക്കിൻ്റെ കാര്യം വരുന്നത്. നല്ല റെയർ സെറ്റ് ആയിട്ടുള്ള ഫുഡ് പാക്സ് ആണ്, ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് റെഡി ആയിട്ട് അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുന്നത് കോർണേഴ്സ് ഒക്കെ എടുക്കുന്ന ടൈമിൽ നമ്മളൊന്ന് അഗ്രസീവായിട്ട് ഓടിക്കുന്ന ടൈമിൽ നമുക്ക് നല്ല രീതിയിൽ വണ്ടിയിൽ ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. ലോവർ ബോഡി കൊണ്ട് നമുക്ക് നല്ലപോലെ ഗ്രിപ്പ് ചെയ്ത് ഇതിൽ ടക്കൻ ചെയ്തിരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം അതും ഇതിൽ വലിയൊരു പ്ലസ് പോയിന്റ് ആണ്. നമുക്ക് സിറ്റിയിൽ ഓടിക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ ട്രാക്കിൽ ഇറക്കുമ്പോഴാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വണ്ടിയിൽ വരുത്തേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല റെയർ സെറ്റ് ആയിട്ടുള്ള ഫുഡ് പാക്ക് ആണ് ഇതിൽ വരുന്നത്. അപ്പം നല്ല സ്പോർട്ടിയർ ആയിട്ടുള്ള ഒരു പെർഫോമൻസും ഒരു റൈഡിംഗ് പോസ്റ്ററും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ബൈക്കാണ് നമ്മുടെ KTM Duke 390 എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു ഇൻസ്ട്രുമെന്റ് കൺസോളിലേക്ക് പോകാം. സത്യം പറഞ്ഞാൽ അതിൽ വരുന്ന ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചെടുക്കാൻ തന്നെ നമുക്ക് 2 ദിവസം എടുക്കും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആ ഒരു സാഹസത്തിന് മുതിരുന്നില്ല. നമുക്കതിനുള്ള ടൈമും ഇല്ല. സന്ധ്യയായി വരുവാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അത്യാവശ്യം നല്ല സൺസെറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം വെട്ടം പോകുന്നതിന് മുമ്പ് ഞാൻ മാക്സിമം ഇതിൻ്റെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് തരാം. അതിനുവേണ്ടി നമുക്ക് ഇതിൻ്റെ ഓണറിനോട് തന്നെ ചോദിക്കാം. ബ്രോ ഇതൊന്ന് പറഞ്ഞു തരാം, ഇതിനകത്ത് എന്തൊക്കെയാണ് സംഭവങ്ങൾ വരുന്നത്, എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഇതിൽ വരുന്നതെന്നൊക്കെ. ഇതിനകത്ത് സെറ്റ് എടുക്കുക. സെറ്റിനകത്ത് KTM റൈഡ്, ട്രിപ്പ് ഡേറ്റ, മോട്ടോർ സൈക്കിൾ സെറ്റിങ്സ്. അതിൽ KTM റൈഡിനകത്ത് വരുന്നത് നമുക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഫോണുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഓഡിയോ സീക്ക് ചെയ്യാനും പോസ് ചെയ്യാനും ഒക്കെ പറ്റും. പിന്നെ ഫോൺ പെയർ ചെയ്ത് നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. സംസാരിക്കാൻ പറ്റത്തില്ല. കോൾ നമുക്ക് ഫോണിൽ ഡയറക്റ്റ് ഇതിൽ അറ്റൻഡും റിജക്റ്റും ചെയ്യാൻ പറ്റും. പിന്നുള്ളത് ട്രിപ്പ് ഡേറ്റ. അത് നമുക്ക് 1, 2. അപ്പോൾ നമ്മുടെ ട്രിപ്പും വാർണിംഗ്സ് എല്ലാം ഇതിനകത്ത് വരുന്നല്ലേ? വാർണിംഗ്സ്, ജനറൽ ഇൻഫോ എല്ലാം ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്ത്. ഓക്കെ. പിന്നെ ടോപ്പ് സ്പീഡിന്റെ വാർണിംഗ്സ് എല്ലാം ഇതിനകത്ത് വരും. സർവീസ്, കിൽ സ്വിച്ച്, അങ്ങനെയുള്ള വാർണിംഗ്സ് എല്ലാം ആ ഒരു ഓപ്ഷൻ എടുത്താൽ കാണാൻ പറ്റുന്നതല്ല. അപ്പോൾ അടുത്തത് വരുന്ന മോട്ടോർ സൈക്കിൾ വരുമ്പോൾ അതിനകത്ത് ABS റോഡ്, സൂപ്പർ മോട്ടോ നമുക്ക് സ്വിച്ച് ചെയ്യാനുള്ള. പിന്നുള്ള സെറ്റിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വിക്ക് സെലക്ടർ. അത് നമുക്ക് ഡയറക്റ്റ് ഇപ്പം ഈ സെറ്റിലോ ടോപ്പിലോ ഡൗൺ ആരോയിലോ നമുക്ക് ഏതിന്റെ ഇത് ഇൻഫോർമേഷൻ കാണിക്കേണ്ടതെന്ന് പെട്ടെന്നുള്ളത് നോക്കാം. ഓക്കെ, അത് ഏതാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്ത് വെക്കാം അല്ലേ? സെറ്റ് ചെയ്ത് അതിന്റെ തന്നെ സെക്കൻഡ് ഉണ്ട്. അതായത് ഏതെങ്കിലും അടുത്തൊരു രണ്ടെണ്ണം നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് വെക്കാം. ഓക്കെ. പിന്നെ ഫോൺ ബ്ലൂടൂത്ത് ഡിസ്പ്ലേ ചെയ്യാനുള്ളത്. തീമാണ്, ഡിസ്പ്ലേ തീമാണ്. അത് ഓട്ടോമാറ്റിക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ലൈറ്റ് വരുന്നതനുസരിച്ച് വൈറ്റും ബ്ലാക്കിലോട്ട് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? സ്വിച്ച് ആവും. അതല്ലാണ്ട് അവിടെ സെൻസർ വരുന്നുണ്ടല്ലേ? അവിടെ സെൻസർ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു ഭാഗത്തായിട്ട് വെട്ടം അടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് ലൈറ്റും ഡാർക്കും ആയിട്ട് തീം സ്വിച്ച് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമുക്ക് ഡാർക്കിലോ നൈറ്റ് തന്നെ പെർമനന്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഡാർക്ക് തന്നെ എപ്പോഴും കിട്ടും. മോർണിംഗിലും ഡാർക്ക് തന്നെ നമുക്ക് വരും അല്ലേ? പിന്നെ ഷിഫ്റ്റ് RPM ഷിഫ്റ്റ് ലൈറ്റ് എത്ര കത്തണമെന്നുള്ളത്. ഓക്കെ. പിന്നുള്ളത് ക്ലോക്ക് ആൻഡ് ഡേറ്റ്, ഡിസ്റ്റൻസ്, ഫ്യൂൽ കോൺസ്. ഡിസ്റ്റൻസ് അപ്പോൾ നമുക്ക് മൈൽ പെർ അവറും കിലോമീറ്റർ പെർ അവറിലും മാറ്റാം അല്ലേ? ഫ്യൂലും നമുക്ക് എന്താ ലിറ്ററിലും ഗാലണിലും ചേഞ്ച് ആക്കാം. ഓക്കെ. പിന്നുള്ള ലാംഗ്വേജ്, സർവീസ്, എക്സ്ട്രാ ഫങ്ഷൻസ്, മൈ KTM റൈഡ്. അത് ഫോണുമായിട്ട് കണക്ട് ചെയ്യുന്ന ആപ്പുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഫീച്ചേഴ്സ് ആണ് ഈ ഒരു സർവീസിന്. ഇത് സർവീസിനകത്ത് സർവീസ് എടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്ത സർവീസ് എത്രയാണെന്നും ഡേറ്റ് വരെ കാണിക്കും. പിന്നെ ECUവിന്റെ വേർഷനും ഫേംവെയർ വേർഷനും ഇവിടെ താഴെ കാണിക്കും. ഓക്കെ. ടൈം, ബ്ലൂടൂത്തിന്റെ ഇത്. പിന്നെ മെയിൻ കൺസോളിൽ ഇതിന്റെ ട്രിപ്പ്, കോൺസ്, പിന്നെ ഡേറ്റ്, ബാറ്ററി വോൾട്ടേജ്, ഫ്യൂൾ റേഞ്ച്, പിന്നെ ഫോൺ സിഗ്നൽ. ഇവിടെ ഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റേഞ്ച് കാണിക്കും. ഫോൺ റേഞ്ച് എത്രയാണെന്ന് കാണിക്കും. ഇവിടെ ടൈം, ബ്ലൂടൂത്ത് കണക്ഷൻ, ബാക്കിയെല്ലാം നോർമൽ. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇൻസ്ട്രുമെന്റ് കൺസോളിൽ വന്നിരിക്കുന്നത്. നമുക്ക് ചുറ്റിനുമാണ് നമ്മുടെ ആ ഒരു എന്താ പറയുന്നത് വാർണിംഗ് ലൈറ്റ്സ് എല്ലാം വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ എഞ്ചിൻ മാൽ ഫംഗ്ഷന്റെയും ഓയിലിന്റെ അതുപോലെ തന്നെ കുറേ വാർണിംഗ്സും ABSന്റെ ഒക്കെ വാർണിംഗ് ലൈറ്റ് കാണാൻ സാധിക്കും.
സാധിക്കുന്നതാണ്. നടുക്ക് ഈ ഒരു സർക്കിൾ ഏരിയയിൽ വരുന്നതാണ് ഡിജിറ്റൽ ടാക്കോമീറ്റർ. വളരെ രസമാണ് അത് കയറി പോകുന്ന കാണാനായിട്ട്. പിന്നെ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ സ്പീഡോമീറ്റർ കാണാൻ സാധിക്കുന്നതാണ്. ഓഡോമീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ ABS ഏത് മോഡിലാണ് ഇപ്പോൾ കിടക്കുന്നത്, റോഡാണോ സൂപ്പർ മോട്ടോ ആണോ. ഇവിടെയാണ് നമ്മുടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ വരുന്നത്. നമ്മുടെ ഈ ഒരു RPM ഈ ഒരു ടാക്കോമീറ്റർ തന്നെയാണ് ഇതിൻ്റെ ഷിഫ്റ്റ് ലൈറ്റ് ആയിട്ടും വർക്ക് ചെയ്യുന്നത്. അത് ഒരു നമ്മൾ സെറ്റ് ചെയ്തതിൻ്റെ അനുസരിച്ച് റെഡ് കളറിൽ ഇങ്ങനെ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതും ഈ ഒരു ഇത് തന്നെയാണ് വരുന്നത്. മൊത്തത്തിൽ കാണാൻ അടിപൊളി ലുക്കായിട്ടുള്ള ഒരു മീറ്ററാണ് ഈ ഒരു ബൈക്കിൽ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സെഗ്മെൻറ്റിൽ തന്നെ വളരെ സെക്സി ലുക്കിംഗ് ആയിട്ടുള്ള ഒരു കിടിലൻ മീറ്ററാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ ടോഗിൾ ചെയ്യാനുള്ള സ്വിച്ചസ് ആണിത്. നമുക്ക് ബാക്ക് ഉണ്ട്, അപ്പ് ഡൗൺ ഉണ്ട്, സെറ്റ് ഉണ്ട്. അപ്പോൾ അത്രയും സ്വിച്ച് വഴിയാണ് നമ്മളിത് ഫുള്ള് ടോഗിൾ ചെയ്ത് മനസ്സിലാക്കുന്നത്. അപ്പം ഇത് പഠിച്ചെടുക്കാനൊക്കെ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ ഓണറിനോട് തന്നെ ചോദിച്ചത്. കാരണം നമുക്ക് ടൈം ലിമിറ്റേഷൻ ഒത്തിരി ഉണ്ട്. അപ്പോൾ ബ്രോ താങ്ക് യു സോ മച്ച് ഇത് പറഞ്ഞു തന്നതിന്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗൈസ് ഈ ഒരു ബൈക്കിൽ വരുന്നത്. ഞാൻ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇതിൽ വന്നിട്ട് ടയർ ഞാൻ പറയാൻ വിട്ടുപോയി. ഫ്രണ്ടിൽ മെറ്റ്സലറും ബാക്കിൽ അപ്പോളോയാണ് വന്നിരിക്കുന്നത്. അപ്പം സ്റ്റോക്കിനെക്കാളും എന്തുകൊണ്ടും ബെറ്ററാണ്. നല്ല റോഡ് ഗ്രിപ്പ് തരുന്നുണ്ട്. കോർണറിങ് ആണെങ്കിലും ബ്രേക്കിങ്ങിലാണെങ്കിലും ഫ്രണ്ട് ആ ഒരു വീലിൽ നിന്ന് കിട്ടുന്ന ഗ്രിപ്പ് എന്ന് പറയുന്നത് അന്യായമാണ്. ആ ഒരു ബ്രേക്കും ആ ഒരു ടയറോടെ വെച്ചിട്ട്. അപ്പം നിങ്ങളും വണ്ടി ടയർ ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള റബ്ബറിലേക്ക് മാറുക. കൂടുതൽ പെർഫോമൻസ് വണ്ടിയിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു ബൈക്കിനെ പറ്റി എൻ്റെ ഒരു അഭിപ്രായം. ഇനി നമുക്കിൻ്റെ പ്രൈസ് നോക്കാം. ബ്രോ ഇതെടുത്തത് എത്രയായിരുന്നു പ്രൈസ് വന്നേ? ഓൺ റോഡ് 337 3,37,000 രൂപയാണ് ഈ ഒരു ബൈക്കിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ. ഇതിപ്പോൾ ഏകദേശം എത്ര നാൾ ആയി കാണും? 8 മാസമായി വണ്ടി എടുത്തിട്ട്. അപ്പം നിങ്ങൾക്ക് റീസെൻറ്റ് KTM ബൈക്കിൻ്റെ വീഡിയോ എന്താ പറയുന്നത് പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ കാണാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, മേളിൽ ഐക്കാർഡിലും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റീസെൻറ്റ് പ്രൈസ് ഈ ഓഗസ്റ്റിലെ പ്രൈസ് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ സൂര്യൻ ഏകദേശം അസ്തമിച്ച് കഴിഞ്ഞു. ഇവിടെ നിന്നും വെട്ടം പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനി ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ബൈക്കിൻ്റെ നല്ല നമ്മൾ വീഡിയോ ചെയ്യുന്ന എല്ലാ വാഹനങ്ങളുടെയും ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ കാണാനായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായിട്ടുള്ള വണ്ടി മലയാളം എന്നുള്ള പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിലാണ് നമ്മൾ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ തരുന്നത്. അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ നിജിൻ സൈനിങ് ഔട്ട്.